അപ്പീൽ മുഖേന നേടിയെടുത്ത ആ കലാകാരനെയാണ് നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത്. അതെ, സുമേഷ് ജനാർദ്ദനൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം സുമേഷ്. നമസ്കാരം. എന്ത്? നമസ്കാരം. കേട്ടില്ല. നമസ്കാരം. നമസ്കാരം. ന്യൂ ജനറേഷൻ പാട്ടുകാരനാന്ന് തോന്നുന്നു. നല്ല ശബ്ദം. സുമേഷിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുമുണ്ട്, അമ്മയുമുണ്ട്, പിന്നെ മൂത്ത ചേട്ടനുണ്ട്. ചേട്ടൻ മാർബിൾ പണിക്ക് പോകുന്നു. ചേട്ടൻ 2 കുട്ടികൾ, ഒന്ന് നടക്കുന്നു, ഒന്ന് ഇഴയുന്നു. ഇഴയുന്നോ? അപ്പൊ രണ്ടാമത്തവൻ പാമ്പാണോ? അല്ല, അവൻ കുഞ്ഞു കുട്ടി 6 മാസമായിട്ടേ ഉള്ളൂ. അങ്ങനെ പോകുന്നു. നീന്തുന്നു. ശരി ശരി. ചെറുപ്പം തൊട്ടേ ഈ പാട്ടിനോടുള്ള ഒരു അഭിരുചി ഉണ്ടോ സുമേഷിന്? പിന്നെ ഞാൻ ശരിക്കും UP സ്കൂളിൽ വെച്ച് എനിക്ക് സംഗീതത്തോടുള്ള അഭിനിവേശം ഉണ്ടായിരുന്നു. ലഭിച്ചതാണിത്. അല്ല, ഈ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? വേറെ ഞാൻ ശരിക്കും പറഞ്ഞാല് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഫിഷറീസിൽ വകുപ്പ് ജോലി ചെയ്യുന്നു. ഫിഷറീസില്? അതല്ലേ, അത് കൊള്ളാം. ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോ തന്നെ അധ്വാനിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള ചെലവ് കണ്ടെത്തുക എന്ന് പറയുന്നത് മാതൃകാപരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വളരെയധികം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഫിഷറീസുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ 2 വടിയെടുത്ത് തെക്കേപ്പാടത്തേക്ക് പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കിൽ ചെട്ടിവാത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 350 രൂപ എനിക്ക് കിട്ടും രാവിലെ തന്നെ. ശരി, മീൻ പിടിക്കുവാണോ? മീൻ പിടിക്കുന്നു പറയാം. അത് ശരി. ഫിഷറീസ് അല്ല, അപ്പം സുമേഷിന്റെ ഫാദർ എന്താണ്? അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. ഓ, ഷിപ്പിലാണ്? അതെ. മർച്ചന്റ് നേവിയിലാണോ? അല്ല, ഷിപ്പിൽ. ഷിപ്പിൽ എന്ത് ചെയ്യുന്നു? ഷിപ്പിൽ അച്ഛൻ കടലിൽ പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കിൽ പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അച്ഛന് കിട്ടും 350. അപ്പൊ ചേട്ടനോ? ചേട്ടൻ ഗൾഫില. പാണം വെള്ളത്തിൽ എവിടെ കിടക്കുന്നത്? ചേട്ടൻ ഗൾഫിലാ സാറേ, രക്ഷപ്പെട്ടു. കടലിലെവിടെ പാണം വെള്ളത്തിൽ? അല്ല, അവിടെ പുഴയെന്ന് ചെല്ലുമല്ലോ, കടലിൽ ചെല്ലുന്നു. ഉണ്ടാക്കാൻ പോയിട്ട് പറയാ പാണം വെള്ളത്തിൽ ഫിഷറീസിലാന്ന്. ചേട്ടൻ ഗൾഫില. രക്ഷപ്പെട്ടല്ലോ. അവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയി പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പിടിച്ച് മണലരണ്യത്തിലിട്ടുണക്കി മണലാടി ഉണ്ടാക്കിയിരുന്നു പാണം വെള്ളത്തിൽ. എന്ത് പാടോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പണിയുണ്ടോ നിനക്ക്? വേറെ പണിയില്ല, പിന്നെ പഠിക്കാൻ പോകുന്നു, പാട്ട് പഠിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് സമ്മാനം കിട്ടിയ ആ പാട്ടൊന്ന് കേൾക്കാം. ലളിതഗാനത്തിന് സമ്മാനം കിട്ടി. അതും പാണം വെള്ളത്തിയാണോ? അല്ല, അത് പാണം വെള്ളത്തിയാണ്. നന്നായിട്ട് പാടണം കേട്ടോ. അതേപോലെ ഇരുന്ന് പാടിക്കോ. അവിടെ പാടിയ പോലെ അങ്ങ് പാടിക്കോ കേട്ടോ. സുരസുതരാജിത നീലകളെ വിക്രീളിത ശോഷിത സുമിത അഷ്ടസ്ത്രിതാ പ്രിദണ്ഡം ദിഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യതുകുല കാമ്പോചി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സുള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടി. എവിടെയാണ് ഈ പ്ലിഞ്ഞോ പ്ലിഞ്ഞോ തത്ത? ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തേ. തത്തക്ക് അങ്ങനെ സൗണ്ട്സ് ഉണ്ട്. ഏത് തത്തയാടാ ക്ലിഞ്ഞോ ക്ലിഞ്ഞോ ഒന്നും പാടുന്നത്? പച്ചത്തത്തില്ല, തെങ്ങിന്റെ ഒറ്റത്തത്ത.